വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം വരുന്നു. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ് ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിർണായകമായ തെളിവുകൾ SIT ശേഖരിച്ചു എന്ന വിവരം റിപ്പോർട്ടർ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. രാഹുലിനെതിരെയുള്ള തെളിവുകൾ SIT ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. CCTV ദൃശ്യങ്ങൾ SIT ശേഖരിച്ചു. തിരുവല്ലയിലെ ഹോട്ടലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ശേഖരിച്ചിരിക്കുന്നത്. അവിടെ തിരുവല്ലയിലെ ബസ് സ്റ്റാൻഡിന് തൊട്ട് സമീപത്തുള്ള ഒരു ഹോട്ടലിലെ ദൃശ്യങ്ങളാണ്. അതിജീവിതയും രാഹുലും 2024 ഏപ്രിൽ മാസം 8-ാം തീയതി ഈ ബലാത്സംഗം നടക്കുന്ന ദിവസം ഹോട്ടലിൽ എത്തിയിരുന്നതിന്റെ നിർണായകമായ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. CCTV ദൃശ്യങ്ങൾ എടുത്തത് ഇന്നലെ വൈകിട്ടാണ്. ഹോട്ടൽ രജിസ്റ്ററും ബുക്കിംഗ് വിവരങ്ങളും ശേഖരിച്ചു. അതിൽ രാഹുൽ BR എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അതിജീവിതയുടെ പേർക്കൊപ്പം. തെളിവുകൾ ലഭിച്ചത് ഇന്ന് കോടതിയെ അറിയിക്കും. മാത്രമല്ല, നിർണായകമായ മറ്റൊരു വിവരം, കുറ്റപത്രം വരാൻ പോകുന്നു. ഉടൻ തന്നെ കുറ്റപത്രം തയ്യാറാക്കാനാണ് പോലീസിന്റെ നീക്കം. 1 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കുറ്റപത്രം നൽകും എന്നാണ് അറിയുന്നത്. ജാമ്യം തേടി പുറത്തിറങ്ങുന്നത് തടയാനാണ് SITയുടെ നീക്കം. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. തിരുവല്ലയിലെ ഹോട്ടലിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ SIT ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരി, നിർണായക നീക്കമാണ് SITയുടേത്. ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി തന്നെ ഇത് കൊടുക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകൻ കോടതിയിൽ തെളിവുകളുടെ കാര്യം ചോദിച്ചാൽ ഇതാ തെളിവുകൾ എന്ന് പറഞ്ഞു കൊടുക്കാൻ നിർണായകമായ തെളിവുകൾ SIT ശേഖരിച്ചു കഴിഞ്ഞു. ഈ യുവതിയുമായിട്ടുള്ള വാട്സപ്പ് ചാറ്റുകൾ, യുവതിയുടെ മൊഴി, ഇതുകൂടാതെ ഇപ്പോൾ ഈ കൃത്യം നടന്ന സ്ഥലത്ത് ഇരുവരും ഉണ്ടായിരുന്നു എന്നതിന്റെ CCTV ദൃശ്യങ്ങളും കോടതിക്ക് മുന്നിൽ SIT ജാമ്യാപേക്ഷ എതിർത്ത് കൊണ്ടുവയ്ക്കുമല്ലേ? അരുൺ, തീർച്ചയായിട്ടും ഈ കേസിലെ ഏറ്റവും നിർണായക തെളിവ് CCTV ദൃശ്യങ്ങളായിട്ട് മാറും എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ പറയുന്ന ഡേറ്റിന്, പരാതിയിൽ പറയുന്ന, മൊഴിയിൽ പറയുന്ന 2024 ഏപ്രിൽ മാസത്തെ ആ തീയതിയിൽ തന്നെ ഇരുവരും അതേ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് SITക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി ആ ഹോട്ടലിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. ഇന്നലെ വൈകുന്നേരം 5:30 ഹോട്ടലിൽ എത്തിക്കൊണ്ടാണ് പോലീസ് ആ ദൃശ്യങ്ങൾ ശേഖരിച്ചത്. തിരുവല്ലയിലുള്ള ഒരു ഹോട്ടലിലെ ദൃശ്യങ്ങളാണ്. നേരത്തെ പരാതിയിൽ പറഞ്ഞിരുന്നത് ആ ഹോട്ടലിൽ ആദ്യം എത്തിയത് അതിജീവിതയാണ്. അതിനുശേഷം രാഹുൽ BR എന്ന് അവിടെ രേഖപ്പെടുത്തിയതിൽ രാഹുൽ ചോദ്യം ചെയ്തു, താൻ വളരെ ഫേമസ് അല്ലേ, ഒരു പബ്ലിക് ഫിഗർ അല്ലേ, എന്തുകൊണ്ടാണ് തൻ്റെ പേര് അവിടെ എഴുതി കൊടുത്തത് എന്നതടക്കം ചോദിച്ചുകൊണ്ട് അതിജീവിതയോട് ചൂടാവുകയായിരുന്നു എന്നുള്ളതാണ് പരാതിയിലും മൊഴിയിലും ഒക്കെ തന്നെ രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ആ സംഭവം നടന്ന ഹോട്ടൽ വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി മാറുന്നു. അവിടെ നിന്നുള്ള CCTV ദൃശ്യങ്ങളും ഒപ്പം തന്നെ രജിസ്റ്ററും ഇതിനോടകം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതുകൂടാതെ ബുക്കിംഗ് വിവരങ്ങൾ, ആരാണ് ബുക്ക് ചെയ്തത്, ആരൊക്കെയാണ് അവിടെ എത്തിയത് എന്നതടക്കമുള്ള വിവരങ്ങളെല്ലാം തന്നെ പോലീസ് ഇതിനോടകം ശേഖരിച്ചിട്ടുണ്ട്. രജിസ്റ്റർ ഇതിനോടകം കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം നടന്ന സ്ഥലത്തു നിന്നുള്ള ഇരുവരും അവിടെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് SIT ഇപ്പോൾ ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കുറ്റപത്രമാണ്. സാധാരണഗതിയിൽ ഇത്തരം കേസുകളിൽ അന്വേഷണം നീണ്ടുപോവുകയാണ് പതിവ്. പക്ഷേ ഈ കൃത്യമായി പോലീസിന് SITക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. 1 മാസത്തിനകം അന്വേഷണം പൂർത്തീകരിക്കണം, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കുറ്റപത്രം സമർപ്പിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന. പരമാവധി, അതായത് അന്വേഷണം 1 മാസത്തിനകം പൂർത്തിയാക്കി പരമാവധി 1.5 മാസത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളതാണ് നിലവിൽ SIT ഉദ്ദേശിക്കുന്നത്. ആ കുറ്റപത്രം എന്ന് പറയുന്നത് ഈ 3 കേസുകളിലുമാണ്. അതായത് ആദ്യത്തെ കേസിൽ ഇതിനോടകം തന്നെ കോടതി അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യമുണ്ട്. മൂന്നാമത്തെ കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് നടന്നിരിക്കുന്നത്. പക്ഷേ അതിന്റെ നടപടിക്രമങ്ങൾ ബാക്കി നടക്കുന്നത് നോക്കേണ്ടതില്ല. പക്ഷേ കുറ്റപത്രം, അന്വേഷണം പൂർത്തീകരിച്ചുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുക, പരമാവധി തെളിവുകൾ ശേഖരിക്കുക, ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് തടയുക, അതായത് ജാമ്യം ലഭിക്കാത്ത സാഹചര്യം, ആ കുറ്റകൃത്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാക്കുക, പരമാവധി തെളിവുകൾ അതിനുവേണ്ടി കോടതിയിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുള്ള തെളിവുകളെല്ലാം തന്നെ ഇന്ന് ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് കോടതിക്ക് മുമ്പാകെ പോലീസ് SIT അറിയിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ജാമ്യാപേക്ഷ എതിർക്കുന്നതിന് വേണ്ടി കൂടി വളരെ നിർണായകമായിട്ടുള്ള ഈ തെളിവുകൾ കോടതിക്ക് മുൻപാകെ ഹാജരാക്കാനുള്ള സാധ്യത കൂടി തള്ളിക്കളയാൻ കഴിയില്ല. ഇനിയിപ്പോൾ ഫോണിൽ നിന്നുള്ള വിവരങ്ങളാണ് പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുലിന്റെ ഒന്നിലധികം ഇലക്ട്രോണിക് ഡിവൈസുകളുണ്ട്. ആ ഡിവൈസുകൾ കണ്ടെത്താനുള്ള നീക്കത്തിലാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. രാഹുലിന്റെ ഐഫോണും നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇത് ഏതു വിധേനയും ഇതിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുക എന്ന് കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. ചില വീഡിയോകൾ രാഹുലിന്റെ മറ്റ് ഡിവൈസുകളിലായി ഉണ്ട്. അതായത് ഒന്നിലധികം ഫോണുകൾ രാഹുൽ ഇതിനോടകം ഒളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഇതേവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അത് കണ്ടെത്തിക്കൊണ്ട് അതിനകത്തുള്ള നഗ്ന വീഡിയോകൾ അത് പലരുടെയും, അതായത് ഒന്നിലധികം ആളുകളുടേതടക്കമുണ്ട് എന്നുള്ളത് പോലീസ് ഇന്നലെ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ അത്തരം വീഡിയോകൾ കൂടി കണ്ടെത്തിക്കൊണ്ട് രാഹുലിന്റെ കുരുക്കുമുറുക്കുക എന്നുള്ളതാണ്
SIT ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുമുണ്ട്. അതിന് ഇന്നിപ്പോൾ കസ്റ്റഡിയിൽ രാഹുലിനെ വാങ്ങുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പോലീസ് SIT ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ വേണം എന്നുള്ളതിനെക്കുറിച്ച് ഏകദേശ ധാരണയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. തിരുവല്ലയിൽ അടക്കം കൊണ്ടുപോയിക്കൊണ്ടുള്ള തെളിവെടുപ്പായിരിക്കും SIT ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടാവുക. അതിനു വേണ്ടിയിട്ടുള്ള തെളിവുകൾ ഉറപ്പുവരുത്തിക്കൊണ്ട് രാഹുലിന് മുൻപിൽ വെച്ച് തന്നെ ആ തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ പുറത്തെടുക്കുക. അതായത് ഇന്നലെയൊക്കെ തന്നെ രാഹുൽ ചോദ്യം ചെയ്യലിൽ വലിയ രീതിയിൽ നിസ്സഹകരണം പ്രകടിപ്പിച്ചപ്പോൾ ആ ദൃശ്യങ്ങൾ സൈബർ വിഭാഗത്തെ കൊണ്ട് കാണിക്കുകയും ആ ചില ചാറ്റുകൾ രാഹുലിന്റെ മുമ്പിൽ തുറന്നു വയ്ക്കുകയും ചെയ്തു. അങ്ങനെയാണ് രാഹുൽ കുറച്ചെങ്കിലും, അതായത് ഈ പരിചയമുണ്ടെന്നും സൗഹൃദമുണ്ടെന്നും ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു എന്നുള്ള കാര്യം പോലും രാഹുൽ സമ്മതിക്കുന്ന ഒരു നിലയിലേക്ക് എത്തിയത്. അങ്ങനെ രാഹുൽ ഏതെങ്കിലും നിലയിൽ അന്വേഷണത്തോട് നിസ്സഹകരണം കാണിച്ചാൽ ഉറപ്പായും ഇത്തരത്തിലുള്ള തെളിവുകൾ രാഹുലിന്റെ മുൻപിൽ വെച്ചുള്ള ചോദ്യം ചെയ്യൽ തന്നെയാകും ഉണ്ടാവുക എന്നുള്ളതാണ് SIT പറയുന്നത്. ഇനിയും കുറച്ചധികം തെളിവുകൾ കൂടി ശേഖരിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. നിലവിൽ വാട്സപ്പ് ചാറ്റുകൾ, ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ, രജിസ്റ്ററുകൾ അടക്കമുള്ള കാര്യങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ 2 പ്രധാന കാര്യങ്ങൾ കൂടി വരേണ്ടതുണ്ട്. ഒന്ന് DNA പരിശോധനയാണ്. ആ DNA പരിശോധനയ്ക്ക് വേണ്ടിയുള്ള സാമ്പിൾ ഇന്നലെ രാഹുലിന്റെ അടുത്ത് നിന്ന് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വെച്ച് ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ DNA സാമ്പിൾ എടുക്കുക. ഒപ്പം തന്നെ പൊട്ടൻസി പരിശോധന കൂടി നടന്നിട്ടുണ്ട്. ആ പൊട്ടൻസി പരിശോധനയുടെ ഫലം കൂടി പുറത്തേക്ക് വരേണ്ടതുണ്ട്. ഇവ രാഹുലിനെതിരായിട്ടുള്ള വലിയ തെളിവുകളായിട്ട് മാറും എന്നുള്ളത് തന്നെയാണ് SIT പറയുന്നത്. അത് ഉടൻ തന്നെ, ആ പരിശോധനാ ഫലങ്ങൾ ഉടൻ തന്നെ പുറത്തു വരും എന്നുള്ളത് കൂടിയാണ് SIT പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്ന സമയത്ത് അത് വലിയ രീതിയിൽ തന്നെ രാഹുലിനെതിരായിട്ടുള്ള തെളിവായി രേഖപ്പെടുത്താൻ കഴിയും ഔദ്യോഗികമായി എന്നുള്ളതാണ് SIT ചൂണ്ടിക്കാണിക്കുന്നത്. ആദ്യത്തെയും രണ്ടാമത്തെയും കേസുകളിൽ സമാനമായി തന്നെ ഈ തെളിവ് ശേഖരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് 2 സംഘങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. 3 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് ഈ അന്വേഷണം നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർക്ക് ഭാരിച്ച ഉത്തരവാദിത്തം ഉണ്ടാകില്ല. കൃത്യമായി അന്വേഷണം മുന്നോട്ട് പോകും. ഓരോ DYSPമാർക്കും 3 കേസുകളിൽ പ്രത്യേകം ചുമതലകൾ നൽകിക്കൊണ്ടാണ് അന്വേഷണ മേൽനോട്ടം വഹിക്കുന്ന G. പൂങ്കുഴലി IPS മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ 3ാമത്തെ കേസിൽ ഒരു DYSPയുടെ ചുമതലയിലുള്ള ഒരു ടീം ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം മാത്രം മുന്നോട്ട് കൊണ്ടുപോകുക. മറ്റ് 2 ടീമുകളും മറ്റ് 2 ഇനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാനുള്ള എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അരുൺ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ ഹരിമോഹൻ നൽകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കായി മാറുകയാണ് ആ ദൃശ്യങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിലും ഈ അതിജീവിതയും തിരുവല്ലയിൽ എത്തിയതിന്റെ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. തിരുവല്ല ഹോട്ടലിൽ 2024 ഏപ്രിൽ മാസം 8-ാം തീയതി ഉച്ചയ്ക്കാണ് ഇരുവരും എത്തുന്നത്. ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ BR എന്ന പേരിലാണ് ആ മുറി ബുക്ക് ചെയ്യുന്നതും. രജിസ്റ്റർ പിടിച്ചെടുത്തിരിക്കുന്നു. ദൃശ്യങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. SIT ഇന്നിപ്പോൾ തിരുവല്ല കോടതിയിൽ ഈ കാര്യങ്ങൾ, പത്തനംതിട്ട കോടതിയിൽ, തിരുവല്ല കോടതിയിൽ ഈ കാര്യങ്ങൾ സമർപ്പിക്കുകയും ചെയ്യും. അപ്പോൾ പുറത്തിറങ്ങൽ കുറച്ച് ബുദ്ധിമുട്ടാവും ഈ സാഹചര്യത്തിൽ. എന്തായാലും ഇന്ന് ജാമ്യം കിട്ടാനുള്ള സാധ്യത വിരളമായി വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു സീരിയൽ പ്രഡേറ്ററെ പുറത്തുവിട്ടാൽ ഉണ്ടായേക്കാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് കോടതിയിൽ SIT വാദിക്കുകയും ചെയ്യും. കാര്യം ഇതിപ്പോൾ 3ാമത്തെ കേസാണല്ലോ. 1, 2, 3 ഇത് പറയാനല്ലേ. ഇതിപ്പോൾ പത്രത്തിൽ വന്നൊരു കാർട്ടൂൺ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെക്കാൾ ഈ ചെറുപ്പക്കാരൻ കൊടുത്തത് വിവാഹ വാഗ്ദാനങ്ങളായിരുന്നു എന്ന് തോന്നുന്നു. പണ്ട് നമ്മുടെ മുകുന്ദൻ പറഞ്ഞൊരു കാര്യമുണ്ട്. മുകുന്ദൻ പറഞ്ഞൊരു വാചകം ഇതാണ്: പണ്ട് പ്രണയം പരിശുദ്ധമായ ഒരു ആരാധനയായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ പ്രണയം ഒരു മാംസഭുക്കായി തീർന്നിരിക്കുന്നു. ശരീരത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടല്ലാതെ ഇക്കാലത്ത് ആർക്കെങ്കിലും പ്രണയത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതിയതായിരിക്കും. പ്രിയപ്പെട്ട